ഒന്ന് കൃഷ്ണേട്ടനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പറ്റുമോ? കൃഷ്ണേട്ടനെ വീട്ടിലേക്ക് പോയില്ലേ? ആയിക്കോട്ടെ, ഒരു ഉപകാരല്ലേ? അയ്യോ, പെണ്ണായാലും പ്രശ്നമൊന്നുമില്ല. ചേച്ചി എന്താ ചേച്ചി മൈൻഡാക്കി കൂടെ? വണ്ടി കയറ്റിയ പ്രശ്നമില്ല. ഇയാള് നിർത്തിയാതെ അറിയാത്തവരെ എന്നെ കുത്താനാ. വേണ്ട, അതിലെ കയറാണ്ടിരിക്കുന്നല്ലേ എന്റെ അമ്മോ. ലോകത്തിലെ എല്ലാ ബൈക്കും ഈ ഭാഗത്തെയാ പോകുന്നത്. എന്നാ എനക്കൊരു ലിഫ്റ്റ്. എത്ര സംഭവം. ഞാൻ എന്താ മോശക്കാരനാ? ഞാൻ എന്താ മോശ? എത്ര ഉപകാരം എത്ര ആൾക്ക് ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഓ, സമ്മതിക്കണം. ബൈക്കൊന്നും ഇല്ല മോനെ, നടന്നിട്ട് തന്നെയാ നല്ലത്. ഒരു കണക്ക് നല്ലതാ. ഒന്നുമില്ല എന്റെ അപ്പൊ ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്ത സാരല്ല മോനെ. മോനെ ആയിക്കോട്ടെ മോനെ. മോനെ മോനെ ഒരു അതായത് ആ ചക്കരപ്പറമ്പില് കരുവാശ്ശേരി വളവില്ലേ, അതിന്റെ അടുത്ത എന്റെ വീട്. മോനെ, അച്ഛനൊരു മരുന്ന് മേടിച്ചിട്ട് ഒരൊറ്റ വണ്ടി നിർത്തുന്നില്ല മോനെ. ആയിക്കോട്ടെ, അത്യാവശ്യമാണ്. അച്ഛനൊരു തടിപറയെല്ലാം ഉണ്ട്. ആയിക്കോട്ടെ. അയ്യോ മോനെ, ഇതുപോലത്തെ ആളായിരിക്കണ നമ്മളിവിടെ. എന്ത് എന്നെ കൂടെ വീഴാനി ഭാഗ്യം. ഈ പെണ്ണുങ്ങൾ നിർത്തുവോമ്മ? മോളെ ഒന്നങ്ങ് ചക്കരപ്പറമ്പിലെ വളവില്ലേ മറ്റേ ഇഷ്ടേ? മൂന്നാള് വേണ്ട, പോയിക്കോ. മൂന്നാള് നാലാളെ കയറ്റില്ല, എന്തായാലും കയറ്റാൻ പറ്റില്ല. ഒന്ന് ചക്കരപ്പറമ്പിൽ അങ്ങോട്ട് ആക്കാൻ പറ്റുമോനെ? ചക്കരപ്പറമ്പില് അതുകൊണ്ട് ഒരു വളവിലേ പോണം അങ്ങോട്ട്. അല്ലേ പോയാ ഒരു ഉപകാരം ചെയ്യാത്ത നാട്. നമ്മളെല്ലാം വണ്ടി അറിയാത്തോണ്ടാണ്. വണ്ടി അറിയുന്നെങ്കിൽ ആറവണം കയറ്റി ഏടമണം കൊണ്ടാക്കും. അയ്യോ ചേട്ടൻ കേറിയില്ലായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ല. ഒരു വണ്ടി നിർത്തിയില്ലടാ. ഓ മോനെ, നീ തിരിച്ചു വന്നല്ലടാ. ചേട്ടന് വേണ്ടിയാണ് പട്ടി പിന്നെ പരിപാടി ഇരിക്കുന്നത് സ്ഥിരം. ഒന്ന് കരുവാശ്ശേരി വളവരുവ്. എന്താ ഈ ഇന്ത്യ രാജ്യത്താണോ പറയുന്ന സ്ഥലം? മോനെ മോനെ ഒന്ന് അർച്ചന്റെ മോനെ. ആ ചക്കരപ്പറമ്പില് കരുവാശ്ശേരി വളവ് എന്റെ വീട് അതിന് തൊട്ടിട്ടാണ്. അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ട് പോവാ. അച്ഛന് സുഖമുണ്ട്. അച്ഛനൊരു വേറ. അപ്പൊ ആ ചുണ്ടൻ വൈദ്യരെ കഷായം കുടിക്കണം. പാവം വയസ്സായുള്ള നോക്കണ്ട. നമ്മളെ എത്ര വണ്ടിക്കാണ് നിർത്തുക. ആയിക്കോട്ടെ പോലെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു മോനെ, സന്തോഷം. നിന്നെ പോലത്തെ ചെക്കനാണ് നമ്മുടെ നാട്ടിനെ ആവശ്യം. ആയിട്ട് മോനെ, ഇത് വലിയ വണ്ടിയല്ലേ? അങ്ങോട്ടില്ല, അങ്ങോട്ട് തിരിക്കണം മോനെ. അങ്ങോട്ടല്ലേ ചക്കരപ്പറമ്പ് മോനെ. ആയിക്കോട്ടെ. പാവട്ടാ, നിന്നെ പോലത്തെ ആള് വേണ്ട ഈ നാട്ടില്. നമുക്ക് നിന്നെ പോലത്തെ ആളുടെ നാട്ടില് വേണ്ടത്. അല്ലാണ്ട് വേറെ ആരെ കിട്ടി അയ്യോ മോനെ, ഈ ഉപകാരം നീ മരിച്ചാലും ഞാൻ മറക്കൂലടാ. സ്നേഹമാണ്. ഇങ്ങനത്തെ പിള്ളേരാണ് നാട്ടിനാവശ്യം. നോക്കണം മോനെ, ഇതെപ്പോഴും ഇടണം കേട്ടോ മോനെ. ഏടെ പോകുമ്പോ ഈ സാധനം ഇടണം. നല്ലോനാ. പോയിക്കോനെ ഇവിടെ മല്ല. പോ പാവം. നോക്കണം മോനെ. ചേട്ടാ എന്ത് പരിപാടിയായിട്ടാ കാണിച്ച? എന്റെ വണ്ടി കൈ കാണിച്ചിട്ട് വേറെ വണ്ടി കയറിപ്പോയാ? ഇതെന്റെ അച്ഛന് ഇന്ന് ഞാൻ കൊടുക്കണ്ടെങ്കിലേ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോരെ. പട്ടിച്ചേട്ട എന്നെ കൊണ്ടൊരാളുണ്ടാ കേടിച്ചളഞ്ഞാലും എവിടെയും കിട്ടാണ്ടിക്കുവന്നെ. കുടിച്ചോളി വയറ് നിറച്ച് കുടിച്ചോളി.
ആ ഉത്സവം വായോ 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 കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. എത്ര വേണമെങ്കിലും കുടിച്ചെന്നെ രാത്രി വെറുതെ ഇട്ടാ മതി ഉറങ്ങണ നേരത്ത്. എന്റെ ജമീല ഈ നേരത്തെ വന്ന് കുടിച്ചു പോയതല്ലേ, പിന്നെ നാണില്ലാന്ന് വന്ന് കുടിക്ക. വേറെ എല്ലാവരുടെ കാലുമ്പോ പോയി കടിക്കി. നല്ല ചൊറച്ചില് വരണ്ട്, ഞാൻ എന്നാലും സഹിക്കട്ടോ. അതാരാ വരണ ഐസാബിയോ? എവിടെയായിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോ. കുടിക്ക് കുടിക്ക് കുടിക്ക്. കുടിച്ചോളെ. എന്റെ ഉമ്മ ഈ ആദ്യം നേഴ്സായിരുന്നു, എന്ത് കുത്താ കുത്തണ്. കടിച്ചോളിയും കടിച്ചോളിയും കുടിച്ചോളിയും കുടിച്ചോളി നല്ലോണം കുടിച്ചോളിട്ടോ. എന്റെ അമ്മിങ്ങളെ എങ്ങൾക്കൊക്കെ ആൺകൊതുകളുടെ മാതിരി വല്ല വെള്ളോ ചെടിയുടെ നീരൊക്കെ കുടിച്ചാ പോരെ. എന്തിനാ മനുഷ്യന്മാരെ ചോര എങ്ങനെ കുടിക്കണ്? പോയിട്ടേന്ന് നീ എന്ത് പോക്ക് പോയത്? എന്തെല്ലാം ത്യാഗമാണ് എന്തേ അച്ഛനോട് മോൻ ചെയ്യുന്നത്. എന്ത് തിരക്കാണ് അച്ഛാടാ. ഒരു വണ്ടി കിട്ടേണ്ടത് വേണ്ടി ഒരു ഓട്ടോറിക്ഷക്ക് 250 കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് താടി പറിച്ച് എടുക്കാനാന്നില്ല. പക്ഷെ കൊണ്ടുവരേണ്ട മരുന്ന് അല്ല, പറഞ്ഞ വാക്കല്ല എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും സാധനം ഞാൻ കൊണ്ടുവരും. സാധനം അതിനൊരു പ്രശ്നമില്ല. അല്ലെ കൈവേന കാലുവേന മുക്കോ വേമ്പ അടിക്കട്ടം അടിച്ച് പൊട്ടിച്ചിട്ടും കുടിച്ചോളെ. ഞങ്ങൾ എത്ര വേണേലും കുടിച്ചോളെ മക്കളെ. രാത്രി എന്നെ വെറുതെ വിടണട്ടാ. നാണല്ലാണ്ട് പിന്നെ വരരുത് രാത്രി. കടിച്ചോളി കടിക്കട്ടെ. കണങ്ങാണ്ട് കണങ്ങാണ്ട് കുടിക്കുകയും കുടിച്ചോട്ടെ. വയറ് നിറഞ്ഞ പിന്നെ രാത്രി വന്ന് കടിക്കൂലല്ലോ. അല്ല നിങ്ങളോട് ആ ആശാവർക്കർ വന്ന് പറഞ്ഞൊന്നും ഓർമ്മല്ലേ? അങ്ങോട്ട് പോയി അകത്തിരുന്നാളി. ഞാൻ ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ, അങ്ങോട്ട് മാറി കേട്ട് അവറ്റ കുടിച്ചോട്ടെ. ഞാനില്ല പറഞ്ഞേ, നിന്റെ ചോരല്ല എനിക്കെന്താണ്. ഒരു ഡെങ്കിപ്പനും വരില്ല. ഈ കടന്നു പോർന്ന് ഞാൻ അകത്തേക്ക് പോകാം. അവറ്റ കുടിച്ചങ്ങോട്ട് പോയിക്കോട്ടെ. എന്താ പ്രാന്തുണ്ടോ? ഐസാബിയെ എന്ത് കടിയായി കടിക്കണേ? അറിയാണ്ട് പറ്റിയാണ് പെട്ടെന്നുള്ളത് കൊണ്ട് പറ്റിയാണ്. സാരില്ല സാരില്ലാട്ടാ, അറിയാണ്ട് പറ്റിയ. പാടി കേഴുന്നുവോ കൊതുകുരി തിന്നു. ഈ കൊതു നോക്കട്ടെ. അച്ഛനെന്ന നന്മേണ്ട പൂമരാണ്. പൂമരമേ, ഞാനൊരു കാര്യം ചോറട്ടെ. ഇന്നത്തെ ഓട്ടോറിക്ഷന്റെ പൈസ, ഇന്നത്തെ സാധനത്തിന്റെ പൈസ, ഇന്നത്തെ സാധനത്തിന്റെ പൈസ മൂന്നും കൂടിയിട്ട് നാളെ പൈസ തരണ്ട, സാധനം മേടിച്ച് കൊണ്ടുവരണം അച്ഛാ. നീ അച്ഛനോട് കണക്കുവരുന്ന മദ്യത്തിന് നിന്നെ ഇങ്ങനെ പോറ്റിട്ട് ഇതൊരാക്കിനെന്തിന് ഒറ്റ കണക്ക് പറയണ്ട. അത് പന പോലെ വളർന്നു എന്നല്ലേ അച്ഛൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ വളരുന്നതല്ലേ? നീ എന്നോട് കണക്കാക്കില്ല. ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്ന ഒന്നും വർത്താനൊന്നും പറയണ്ട. വർത്താനം പറഞ്ഞാലും ഞാൻ ആരോപിലും വർത്താനം പറയും. എന്റെ സാധനം മേടിച്ചിട്ട് അത് കഴിച്ചിട്ട് എന്നോട് വർത്താനം പറയാം. നീ ഞാനല്ലേ നിനക്ക് ഇത് കുടിക്കാൻ പഠിപ്പിച്ചെന്തിന്? അല്ലേ? നിങ്ങൾ എത്ര വയസ്സിൽ കഴിച്ചു? ഞാൻ ചെറുപ്പത്തിലേ ചെറുപ്പം പോലെ. ഞാൻ 8ാം ക്ലാസ്സിന് എന്റെ മാഷപ്പരം കയ്പ് തുടങ്ങിയാണ്. ഞാൻ 8ാം ക്ലാസ് പോയിട്ടില്ല. എന്നല്ലേ എനിക്ക് 8ാം ക്ലാസ് കുടിക്കാനാവില്ല. പോയിട്ട് ഞാൻ 8ാം ക്ലാസ് പോയിട്ടില്ല. അവിടെ പറഞ്ഞോ? എന്റെ റബ്ബ, എന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. വീടിന്റെ മുഞ്ഞാരത്ത് കൊതുകിന്റെ കടി, വീടിന്റെ വിഞ്ഞാരത്ത് രാഘവന്റെ ഉണ്ണിയുടെ അടി, പിന്നെയും നല്ല കൊതുകിന്റെ കടിയാ.
എടാ നായി, നീ എത്ര പ്രാവശ്യം നക്കി? ഞാൻ മനുഷ്യ എത്ര നായി, എത്ര പ്രാവശ്യം നക്കി? എന്തൊരു പച്ച തെറിയാ പറ്റോട് വിളിച്ച് പറയണേ. ഔ, ഇനി എല്ലാവർക്കും ഒരു ഇന്റർവെല് തരാഞ്ഞ് ഒന്ന് നിർത്തിയാ ഞാൻ ആദ്യം ഒന്ന് തീർത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാവൂല. എല്ലാരും പോയി. ഇന്റർവെല്ലാണ്. ഇനി വല്ല പോപ്കോണോ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഇനി എന്ത് കടിയ കഴിച്ച നായി. ഞാനായെങ്കിൽ അച്ഛനായി. അപ്പൊ ഞാനാരാ? നായിന്റെ മോൻ. ഒരു കാര്യം പറയാം, അച്ഛനോട് ഞാനൊരു തുറന്നു പറയാം, അച്ഛനൊരു പട്ടിയാണ്. ഈ വീട്ടിൽ വീട്ടിൽ ആദ്യം ഇറങ്ങേണ്ടത്? വീട്ടിൽ ആദ്യം ഇറങ്ങേണ്ടത് ഉണ്ണിയെ കള്ളപ്പന്നിയെ, അന്നോട് ഞാൻ പലതവണ പറഞ്ഞില്ല എന്റെ അച്ഛന്റെ കൂടെ ഇവിടെ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് ഈ നാട്ടുകാർക്ക് വെള്ളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ചിരിക്കണേ? എന്താ ചിരിക്കണേ? അന്നോട് ഞാൻ പറഞ്ഞില്ല അല്ലിങ്ങനെ കൊതുകടി കൊണ്ടിട്ട് ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കൊതുകാണ് ഇവിടെ. ഞങ്ങൾക്ക് ഈ കൊതുകടി കൊള്ളുന്നേ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ കൊതുകടി കൊള്ളില്ല? നിങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങോട്ട് കൊതുകടി കൂടെ അറിയില്ല. ഇപ്പൊ കൊത്തിയാലും കൂടെ കത്തിയോട് കൊത്തിയാലും കൂടെ അറിയില്ല. അതെന്താ നിങ്ങൾ അറിയാത്തേ? നിങ്ങളുടെ ഇവിടെ ഈ ജാതി കാട്ടി കൂട്ടിയിട്ടുള്ള ഈ ജാതി വേസ്റ്റ് ഒക്കെ വിട്ടതിന്റെ കൊതുകാണ് ഇവിടെ ഈ പരിസരത്ത് മുഴുവൻ. നിങ്ങൾ ഇവിടെ ഈ കള്ളു കുടിച്ച് കൂത്താടുന്ന നേരം ആ കൊതുകിന്റെ കൂത്താടിയാണല്ലോ നിങ്ങൾ ഒതുക്കാൻ നോക്കി. ഞങ്ങൾ എല്ലായിടത്തും എന്റെ കൊതുക് നിങ്ങളോടൊന്ന് വരുന്നേ. ഇത് രണ്ടെണ്ണം അടിച്ചാ മൊത്തം ഒരു തരിപ്പ്. പിന്നെ കടിച്ചത് കൊതുക് അതിന്റെ കമ്പി ഉണ്ടല്ലോ മുമ്പിലത്തെ, അത് ഒടിഞ്ഞിട്ട് പോത്. അതെ, നിങ്ങൾക്ക് ഈ ജാതി കാട്ടി കൂട്ടി നിങ്ങൾക്ക് ഇത് കുടിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ. അല്ലെ ഞാൻ ചോദിക്കട്ടെ രാവട്ടെ, എനിക്ക് എന്റെ സംശയം കൊണ്ട് ചോദിക്കാണ്, നിങ്ങളെ കൊതുക് അടിക്കണില്ലേ? നമുക്ക് കൊതുക് അറിയുന്നില്ലാന്ന്. എന്താ അറിയാൻ? നല്ല തരിപ്പല്ലേ? ഒന്നും പ്രശ്നമില്ല. ഇത് അങ്ങോട്ട് പിടിപ്പിച്ചാല് പിന്നെ കൊതുകടിക്കും വന്നിട്ട്, പക്ഷെ തരിപ്പ് അറിയില്ല, ഒന്നും അറിയില്ല. ഇത് കുടിച്ചെടുക്കണ നിങ്ങൾക്ക് കൊതുകടി കൊള്ളില്ല? ഇല്ല. ഞാൻ ആരോടും പറയില്ല, കഴിച്ചു. ആരോടും പറയാൻ പാടില്ല. പോയൊക്കെ നീ പറയാൻ പാടില്ല. അത് നിങ്ങള് എന്തെങ്കിലും ആയിക്കോളെ, വേണ്ടക്ക് നിങ്ങൾ കുടിച്ചോളി. അതൊന്നും വേണ്ട. അതല്ല ഞാൻ പറഞ്ഞു, നിങ്ങള് ഇതുണ്ടോ ഇവിടെ കൊതുകുണ്ടേ. നിങ്ങൾക്ക് കൊതുകടിയുടെ ഇത് അറിയാണ്ടാണ്. കൊതുകിന്റെ കമ്പി ഉണ്ടല്ലോ, വേണ്ടേ? അല്ല ഉണ്ണി, അനക്കിന്റെ കാര്യം അറിയില്ലേ? സൂറല്ലാണ് അവിടെ. അത് മാത്രമല്ല, കൊതുകടിയുടെ കാര്യം ആലോചിച്ചതല്ല, അതിന്റെ അപ്പുറം ഞാൻ കുടിക്കും. വിശ്വസിക്കാൻ പറ്റുന്ന ആളല്ല എന്റെ അച്ഛൻ. അച്ഛൻ പോവുള്ളിലേക്ക് അത്ര നല്ല ഇത് അല്ല നിങ്ങളിത് ഒന്നുമില്ല, കാര്യമില്ലായിരുന്നു. ഒരു പ്രാവശ്യം മതിയില്ലേ? മൊത്തം തരിക്കും. കൊതു മൊത്തം വന്നതാ, കുത്തി കന്നിട്ട് അതിന്റെ കൊമ്പ് കംപ്ലീറ്റ് ഒടിഞ്ഞു. കൊമ്പില്ലാത്ത കൊതു കാണിച്ചു ഇടയിലുണ്ട്, ഇവിടെ എല്ലാം കൊമ്പില്ലാത്ത കൊതു കംപ്ലീറ്റ് കൊമ്പ് ഉണ്ടാകും. ഒറ്റ കൊതുവിനെ നോക്കിയാ ഇപ്പൊ കാണിച്ചു തരാം. കൊമ്പില്ലാത്ത കൊതു ആ എന്നെ കടിച്ച കൊതു കൊമ്പ് ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് തിരിയും. ഉണ്ണേ വേണ്ട ഉണ്ണേ, കൊതുകിന്റെ കടി സഹിക്ക. ഓളുടെ അടി ഉണ്ടല്ലോ, ഒരു കിൻഡലാണ്, സഹിക്കൂല ആണ്. മാത്രല്ല ഞങ്ങൾക്ക് ഇത് ഹറാമാണേ. എന്ത് അതല്ല പറഞ്ഞത് വെച്ചാല്, ഇത് ഞങ്ങക്ക് നിഷേധിച്ച സാധനമാണ്. ഇതൊന്നും കഴിച്ചൂടാ. ഇജ്ജ് വിചാരിക്കണ മാതിരിയല്ല, ഇവിടുത്തെ കൊതുകിന്റെ മാതിരിയല്ല നരകത്തിലെ കൊതു.
അതൊരു കൂത്തുകുത്തിയാണ്ടല്ലോ പിന്നെ എനിക്കൂല. ഞാൻ എന്നാ പോട്ടെ. കൊതുകടി ആലോചിക്കുമ്പോ എന്താ വേണ്ടെന്നും ഇല്ല. അതാണ് കൊടുത്തു കഴിഞ്ഞാ തിരിച്ചു തരുന്ന ബഹളല്ലാണ്ട് കിടക്ക് കേട്ടോ. എങ്ങനെയെങ്കിലും കിടന്നുറങ്ങട്ടെ. അച്ഛാ നീ കൈകൊണ്ട് ഒരാളെ മടക്കിയത് അത് റബ്ബ്. ഞാൻ ഒഴിവാക്കിയ അനക്കും എനിക്കും പഠിത്തോന്റെ ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ അനാഥരാവും. ആദ്യാച്ചാ നീ കൈ കൊണ്ട് റബ്ബ് കൊടുത്തിട്ട് ചിരിച്ചു തന്നത്. നാളെ എനിക്ക് ആരും തരൂല. എന്റെ രാഘവച്ച എന്നെ പഠിപ്പിച്ചതാ. പിന്നെ അയച്ച് കരയുമ്പോ സഹിക്കണില്ല. അത് ശരിക്ക് പുളിയാ അതോ മധുര എരിവ് എങ്ങനെ അത് വേണ്ട? അല്ലെങ്കിൽ എന്നാ രാഘവച്ചോ വടക്ക് രാഘവച്ചോ, എനിക്കിത് കുടിക്കാനും പറ്റില്ല. കൊടുത്തതല്ലേ എന്തിനി മടക്കി. അച്ഛാ